1970 ഏപ്രിൽ 11 അമേരിക്കയിലെ ഫ്ലോറിഡ. ലോകത്തിന്റെ കണ്ണുകൾ ഒരേയൊരു റോക്കറ്റിലായിരുന്നു, അപ്പോളോ 13. ഇതൊരു സാധാരണ ദൗത്യമല്ല. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള ചരിത്രപരമായ യാത്ര. റോക്കറ്റിനുള്ളിൽ 3 മനുഷ്യർ: ജിം ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വീഗർട്ട്. അവരെ യാത്രയയക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. എല്ലാവരും കരുതിയത് ഏതാനും ദിവസങ്ങൾക്കകം ഇവർ ചന്ദ്രനിൽ ഇറങ്ങി ചരിത്രമെഴുതുമെന്നാണ്. റോക്കറ്റ് പതുക്കെ ഉയർന്നു. ഭൂമി ചെറുതായി അകന്നുപോയി. മണിക്കൂറുകൾ, ദിവസങ്ങൾ എല്ലാം കൃത്യമായി നടക്കുകയായിരുന്നു. ബഹിരാകാശത്ത് നിന്ന് അവർ ഭൂമിയെ നോക്കി. നീല നിറത്തിലുള്ള ഒരു ചെറിയ പന്ത് മാത്രം. അവർ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ 1970 ഏപ്രിൽ 13 ഭൂമിയിൽ നിന്ന് ഏകദേശം 3,20,000 കിലോമീറ്റർ അകലെ നാസ ഒരു സാധാരണ നിർദ്ദേശം നൽകി: ഓക്സിജൻ ടാങ്കുകൾ ഒരിക്കൽ ഇളക്കൂ. ഇത് പതിവ് നടപടിയായിരുന്നു. ജാക്ക് സ്വീഗർട്ട് ഒരു സ്വിച്ച് അമർത്തി. അടുത്ത നിമിഷം വലിയൊരു പൊട്ടിത്തെറി. മുഴുവൻ പേടകവും ശക്തമായി കുലുങ്ങി. മുന്നറിയിപ്പ് അലാറങ്ങൾ മുഴങ്ങി. ലൈറ്റുകൾ മിന്നിമറഞ്ഞു. ഓക്സിജൻ അതിവേഗം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സന്ദേശം ഭൂമിയിലേക്ക് അയച്ചു: ഹൗസ്റ്റൺ, വി ഹാവ് ഹാഡ് എ പ്രോബ്ലം. ആ ഒരു വാചകം കേട്ട നിമിഷം നാസയിലെ നൂറുകണക്കിന് ശാസ്ത്രജ്ഞരുടെ മുഖത്തെ ചിരി അപ്രത്യക്ഷമായി. കാരണം ബഹിരാകാശത്തിന്റെ നടുവിൽ ഇനി ഈ 3 മനുഷ്യർക്കും ഓക്സിജൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ അവരുടെ ലക്ഷ്യം ചന്ദ്രനായിരുന്നു. പക്ഷേ ആ ഒരു പൊട്ടിത്തെറിയോടെ അവരുടെ ലക്ഷ്യം മാറി. ഇനി ചന്ദ്രനിൽ ഇറങ്ങുകയല്ല, ജീവനോടെ ഭൂമിയിലെത്തുക. നാസ ഉടൻ പേടകത്തിലെ എല്ലാ വിവരങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഒരു ഭയാനക സത്യം തിരിച്ചറിഞ്ഞു. ഓക്സിജൻ ടാങ്കുകളിൽ ഒന്ന് പൂർണ്ണമായും തകർന്നിരുന്നു. മറ്റൊരു ടാങ്കിലെ ഓക്സിജനും അതിവേഗം പുറത്തേക്ക് ചോർന്നുകൊണ്ടിരുന്നു. ഓക്സിജൻ ഇല്ലെങ്കിൽ വൈദ്യുതിയില്ല, വൈദ്യുതി ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഭൂമിയിലേക്കുള്ള വഴി കണ്ടെത്താൻ പോലും കഴിയില്ല. ഓരോ മിനിറ്റും മരണത്തിലേക്കുള്ള ഒരു ചുവടായിരുന്നു. ജിം ലോവൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർത്തു. പേടകത്തിന്റെ ഒരു വശത്ത് നിന്ന് വെളുത്ത വാതകം തുടർച്ചയായി ബഹിരാകാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അത് നമ്മുടെ ഓക്സിജനാണ്. ആർക്കും ഒന്നും പറയാനില്ല. ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ ആരെങ്കിലും ഒന്ന് സഹായിക്കാനാവില്ല. അവിടെ ആ 3 മനുഷ്യരും പിന്നെ അനന്തമായ ബഹിരാകാശവും മാത്രം. നാസയിലെ എഞ്ചിനീയർമാർ ഒരു കാര്യം മനസ്സിലാക്കി: ഇപ്പോൾ ഒരു ചെറിയ പിഴവ് പോലും 3 ജീവനുകൾ നഷ്ടമാക്കും. അവർ ആ കടുത്ത തീരുമാനമെടുത്തു: കമാൻഡ് മൊഡ്യൂളിലെ വൈദ്യുതി ഓഫ് ചെയ്യണം. പക്ഷേ അതൊരു പുതിയ പ്രശ്നം സൃഷ്ടിച്ചു. വൈദ്യുതി ഓഫ് ചെയ്താൽ ജീവനോടെ തുടരാൻ അവർ എവിടെ താമസിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങാനായി നിർമ്മിച്ച ചെറിയൊരു ഭാഗം, ലൂണാർ മൊഡ്യൂൾ. പക്ഷേ അത് 2 പേർക്ക് മാത്രം. കുറച്ചു മണിക്കൂറുകളായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. ഇപ്പോൾ അതിൽ 3 പേർ 4 ദിവസം ജീവിക്കണം. അപ്പോളോ 13 3 യാത്രികരും ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്നില്ല. അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോരാട്ടത്തിലാണ്. നാസ ഉടൻ ഒരു തീരുമാനമെടുത്തു: കമാൻഡ് മൊഡ്യൂൾ ഓഫ് ചെയ്യുക. പക്ഷേ അതൊരു വലിയ അപകടമായിരുന്നു. കാരണം ഭൂമിയിലേക്ക് മടങ്ങാൻ അവസാനം വീണ്ടും പ്രവർത്തിക്കേണ്ടത് അതേ മൊഡ്യൂളാണ്. ഒരിക്കൽ പൂർണ്ണമായി ഓഫ് ചെയ്താൽ അത് വീണ്ടും ഓണാകുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും വേറെ വഴിയില്ലായിരുന്നു. അവർ ചന്ദ്രനിൽ ഇറങ്ങാനായി നിർമ്മിച്ച ചെറിയ വാഹനത്തിലേക്ക് മാറി, ലൂണാർ മൊഡ്യൂൾ. പക്ഷേ അത് 3 പേർക്ക് വേണ്ടിയല്ല നിർമ്മിച്ചത്. 2 പേർ 2 ദിവസത്തേക്ക് മാത്രം. ഇപ്പോൾ 3 പേർ 4 ദിവസത്തിലധികം അതിൽ ജീവിക്കണം. ഓക്സിജൻ കുറവ്, വൈദ്യുതി പരിമിതം, വെള്ളം വളരെ കുറവ്. ഓരോ തുള്ളി വെള്ളവും അവർ സൂക്ഷിച്ചു ഉപയോഗിച്ചു. വിശപ്പ് സഹിച്ചു. തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. പേടകത്തിനുള്ളിലെ താപനില ഏതാനും ഡിഗ്രികളിലേക്ക് താഴ്ന്നു. ശ്വാസം വിടുമ്പോൾ പോലും വെളുത്ത മൂടൽമഞ്ഞ് കാണാമായിരുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും നനഞ്ഞു തുടങ്ങി. ഉറക്കമില്ല, പ്രതീക്ഷയില്ല. അതിലും വലിയൊരു പ്രശ്നം ഇപ്പോഴാണ് തുടങ്ങിയത്. അവർ ശ്വസിച്ച് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പേടകത്തിനുള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. അതിനെ നീക്കം ചെയ്യാനുണ്ടായിരുന്ന ഫിൽറ്ററുകൾ 2 പേർക്കുള്ളതായിരുന്നു. 3 പേർ ശ്വസിച്ചപ്പോൾ അവ വളരെ വേഗത്തിൽ നിറഞ്ഞു. നാസയിലെ കമ്പ്യൂട്ടറുകൾ മുന്നറിയിപ്പ് നൽകി: ഇങ്ങനെ തുടർന്നാൽ ഓക്സിജൻ തീരുന്നതിന് മുമ്പ് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവരെ കൊല്ലും. ബഹിരാകാശത്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ പുതിയ ഫിൽറ്ററുകൾ എത്തിക്കാൻ ആരുമില്ല. അപ്പോൾ നാസയിലെ എഞ്ചിനീയർമാർക്ക് അസാധ്യമായ ഒരു വെല്ലുവിളി ലഭിച്ചു. അവരുടെ കൈവശമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് 3 മനുഷ്യരുടെ ജീവൻ രക്ഷിക്കണം. നാസയിലെ കൺട്രോൾ റൂമിൽ ആരും സംസാരിച്ചില്ല. എല്ലാവരുടെയും കണ്ണുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലായിരുന്നു. അപ്പോളോ 13 3 യാത്രികരുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഓരോ മിനിറ്റിലും ഉയരുകയായിരുന്നു. കുറച്ചു മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അവർ ബോധം കെട്ട് വീഴും. പിന്നീട് മരണം. പക്ഷേ പ്രശ്നം അതിലും വലുതായിരുന്നു. ലൂണാർ മൊഡ്യൂളിലുള്ള ഫിൽറ്ററുകൾ വൃത്താകൃതിയിലായിരുന്നു. കമാൻഡ് മൊഡ്യൂളിലുണ്ടായിരുന്ന അധിക ഫിൽറ്ററുകൾ ചതുരാകൃതിയിലും. ഒരു ചതുര ഫിൽറ്റർ വൃത്താകൃതിയിലുള്ള ദ്വാരത്തിൽ എങ്ങനെ ഘടിപ്പിക്കും? ഭൂമിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർക്ക് ഒരു വെല്ലുവിളി നൽകി: ബഹിരാകാശ യാത്രികരുടെ കൈവശമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു പരിഹാരം കണ്ടെത്തണം.
മേശപ്പുറത്ത് അവർ വെച്ചത് ഒരു പ്ലാസ്റ്റിക് ബാഗ്, കാർഡ്ബോർഡ്, ഡക്റ്റ് ടേപ്പ്, കുറച്ച് ഹോസുകൾ. ഇവ ഉപയോഗിച്ച് അവരുടെ ജീവൻ രക്ഷിക്കൂ. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം അവർ ഒരു താൽക്കാലിക ഫിൽറ്റർ രൂപകൽപ്പന ചെയ്തു. റേഡിയോ വഴി ഓരോ ഘട്ടവും പതുക്കെ അപ്പോളോ 13 പറഞ്ഞു. ആദ്യം ടേപ്പ് എടുക്കൂ, ഇപ്പോൾ കാർഡ്ബോർഡ് മടക്കൂ, ഇനി ഫിൽറ്റർ അതിലേക്ക് ഘടിപ്പിക്കൂ. 3 യാത്രികരും ഓരോ നിർദ്ദേശവും അതേപടി ചെയ്തു. അവസാനം അവർ ആ ഉപകരണം പ്രവർത്തിപ്പിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം നാസയിലെ മോണിറ്ററിൽ ഒരു മാറ്റം കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പതുക്കെ താഴാൻ തുടങ്ങി. കൺട്രോൾ റൂമിലുണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് ശ്വാസം വിട്ടു. ഒരു പ്ലാസ്റ്റിക് ബാഗും കുറച്ച് ടേപ്പും 3 മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിരുന്നു. പക്ഷേ ആഘോഷിക്കാൻ സമയമില്ലായിരുന്നു. കാരണം അവരുടെ മുന്നിൽ ഇപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി ബാക്കിയായിരുന്നു. ഭൂമിയിലെത്താനുള്ള ഒരേ ഒരു അവസരം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. 3 ജീവനുകൾ താൽക്കാലികമായി രക്ഷപ്പെട്ടു. പക്ഷേ അവർ ഇപ്പോഴും ബഹിരാകാശത്തിലാണ്, ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, ഭൂമിയിലേക്ക് എങ്ങനെ മടങ്ങും? നാസ ഉടൻ കണക്ക് കൂട്ടാൻ തുടങ്ങി. അപ്പോളോ 13 ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയില്ല. അതിനാൽ ചന്ദ്രനെ ചുറ്റി അതിന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് ഭൂമിയിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു ചെറിയ തെറ്റുപോലും പേടകം ഭൂമിയെ വിട്ട് അനന്തമായ ബഹിരാകാശത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തി നശിക്കും. ഇപ്പോൾ എല്ലാം ആശ്രയിച്ചിരുന്നത് ഒരു ചെറിയ എഞ്ചിനിലായിരുന്നു. അത് പ്രവർത്തിപ്പിക്കേണ്ട സമയം വെറും 14 സെക്കൻഡ്. 14 സെക്കൻഡ് കൂടുതലായാലും അപകടം, 14 സെക്കൻഡിൽ കുറവായാലും അപകടം. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. കമ്പ്യൂട്ടറുകൾ ഓഫ് ചെയ്തിരുന്നതിനാൽ അവരെ നയിക്കാൻ ഓട്ടോമാറ്റിക് സംവിധാനമില്ല. അതുകൊണ്ട് ജിം ലോവലിന് ജനലിലൂടെ ഭൂമിയെ നോക്കി കൈകൊണ്ട് തന്നെ പേടകത്തിന്റെ ദിശ നിയന്ത്രിക്കേണ്ടി വന്നു. പുറത്ത് അനന്തമായ ഇരുട്ട്, മുന്നിൽ ചെറിയ നീല ഭൂമി മാത്രം. റെഡി, 3, 2, 1. എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. മുഴുവൻ പേടകവും വിറച്ചു. 14 സെക്കൻഡ്, 13, 12. ഓരോ സെക്കൻഡും ജീവനും മരണത്തിനും ഇടയിലുള്ള ദൂരം. അവസാനം എൻജിൻ ഓഫ് ചെയ്തു. എല്ലാവരും നിശബ്ദരായി. നാസ കണക്ക് കൂട്ടാൻ തുടങ്ങി. ആരും ഒന്നും സംസാരിച്ചില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ശബ്ദം, ട്രജക്ടറി ലുക്സ് ഗുഡ്. അവർ ശരിയായ ദിശയിലാണ്. പക്ഷേ ഏറ്റവും അപകടകരമായ നിമിഷം ഇനിയും ബാക്കിയായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനം. അവിടെ 3 മിനിറ്റിലധികം അവരുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അപ്പോളോ 13 ഇപ്പോൾ ഭൂമിയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. എന്നാൽ അവസാനത്തെ പരീക്ഷണം ഇനിയും ബാക്കിയായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പേടകത്തിന്റെ പുറംഭാഗത്തെ താപനില 3000 ഡിഗ്രി സെൽഷ്യസിലധികം ഉയരും. ആ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഴുവൻ പേടകവും തീഗോളമായി മാറും. പക്ഷേ അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് കടന്നാൽ 4 മിനിറ്റ് 43 സെക്കൻഡ്. ഭൂമിയുമായുള്ള എല്ലാ റേഡിയോ ബന്ധവും പൂർണ്ണമായി നഷ്ടപ്പെടും. ആ സമയത്ത് നാസയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് കാത്തിരിക്കാനേ കഴിയൂ. കൺട്രോൾ റൂമിൽ പൂർണ്ണ നിശബ്ദത. ആയിരക്കണക്കിന് ആളുകൾ ടെലിവിഷന് മുന്നിൽ. കുടുംബാംഗങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞു, ഒരു ശബ്ദവുമില്ല. 2 മിനിറ്റ്, ഇപ്പോഴും നിശബ്ദത. 4 മിനിറ്റ് കഴിഞ്ഞു, ഇനിയും യാതൊരു സന്ദേശവുമില്ല. നാസയിലെ ചിലർ ഏറ്റവും മോശം കാര്യം സംഭവിച്ചു എന്ന് പോലും ഭയന്നു. കാരണം സാധാരണ ഈ സമയത്തിനുള്ളിൽ ബന്ധം തിരികെ ലഭിക്കേണ്ടതായിരുന്നു. സെക്കൻഡുകൾ മിനിറ്റുകളെ പോലെ തോന്നി. പെട്ടെന്ന് ഹൗസ് ടേൺ. ഒരു ചെറിയ ശബ്ദം റേഡിയോയിൽ കേട്ടു. കൺട്രോൾ റൂമിലുണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റു. ദിസ് ഈസ് ഓഡിസി. അപ്പോളോ 13 ജീവനോടെയുണ്ട്. അല്പസമയത്തിന് ശേഷം 3 വലിയ പാരച്യൂട്ടുകൾ ആകാശത്ത് വിരിഞ്ഞു. പസഫിക് സമുദ്രത്തിലേക്ക് അപ്പോളോ 13 സുരക്ഷിതമായി ഇറങ്ങി. ലോകം മുഴുവൻ കൈയടിച്ചു. മരണം ഉറപ്പെന്ന് കരുതിയ 3 മനുഷ്യർ അത്ഭുതകരമായ ജീവനോടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അപ്പോളോ 13 ചന്ദ്രനിൽ ഇറങ്ങിയില്ല. പക്ഷേ അത് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പരാജയപ്പെട്ട ബഹിരാകാശ ദൗത്യമായി മാറി. കാരണം അസാധ്യമായ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിയും ധൈര്യവും കൂട്ടായ പരിശ്രമവും 3 ജീവനുകളെ രക്ഷിച്ചു. അതുകൊണ്ടാണ് അപ്പോളോ 13 ഇന്നും ലോകത്തിലെ ഏറ്റവും മഹത്തായ സർവൈവൽ കഥകളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ സർവൈവൽ കഥകളും ചരിത്രത്തിലെ അവിശ്വസനീയമായ സംഭവങ്ങളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിശയിപ്പിക്കുന്ന യഥാർത്ഥ കഥയുമായി വീണ്ടും കാണാം. നന്ദി.